ഇതിൻ്റെ അകത്ത്. എൻ്റെ റൂമും ഒരു പ്രധാന ഘടകം വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അതിൻ്റെ വൃത്തിയാക്കലൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരാം ഞാൻ. ഇനി ഞാൻ എൻ്റെ സീക്രട്ട് ആലിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ബുക്സൊക്കെയാണ് കേട്ടോ. ചില കുഞ്ഞിലത്തെയൊക്കെ ബുക്കൊക്കെ പോയി, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇത് പിന്നെ PGയുടെ ആണ് കേട്ടോ റെക്കോർഡ്. അയ്യോ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാമോ ഇതൊക്കെ എഴുതി വെക്കാനായിട്ട്. ഇതാ കൾച്ചർ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ. അയ്യോ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് ഇതിൻ്റെ റെക്കോർഡാ, മൈക്രോബയോളജി. ഇത് മൈക്രോയുടെ തന്നെയാണ്. അങ്ങനെ ഇതെല്ലാം PG റെക്കോർഡ്സാണ്. ഓരോ സെമിസ്റ്റേഴ്സിലും അങ്ങനെ. ഇത് കെമിസ്ട്രിയുടെ ഓർഗാനിക് അനാലിസിസ്, കെമിസ്ട്രി. മൈക്രോ ആണോ? അങ്ങനെ കുറേ റെക്കോർഡ്സിൻ്റെ ബാക്കി റെക്കോർഡൊക്കെ എന്റെയാണാവോ. ഡിഗ്രിയുടെയും PGയുടെയും ഒക്കെ റെക്കോർഡ് എടുപ്പുണ്ടായിരുന്നു. ഇതൊക്കെ സ്കൂളിൽ പഠിച്ച പോലെയാണ് കേട്ടോ. ഈ നീല റെക്കോർഡൊക്കെ ഇതിൻ്റെയൊക്കെ പുറംതട്ടി മാത്രം ഞാൻ എടുത്ത് വെച്ചിരിക്കുക. കാരണം എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ ഇത് നല്ല ഹാർഡാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഹാർഡ് ബോർഡ് എടുത്ത് വെച്ചിരിക്കുക. പിന്നെ പ്രസൻറ്റ് പബ്ലിക് സ്കൂൾ അതിൻ്റെ ഒക്കെ +2യുടെ ആണെന്ന് തോന്നുന്നു. +2 വരെയുള്ള റെക്കോർഡ്സൊക്കെ. ഇത് ഫിസിക്സ്. ഇതെൻ്റെ ബ്രദർ വരച്ച കേട്ടോ, ഞാനല്ല. എന്താ എൻ്റെ പേരൊക്കെ S വെച്ച് എഴുതി ഇതാക്കിയിരിക്കുന്ന, ഞാൻ വരച്ചതല്ല. ഇത് ഓരോ പ്രോജക്റ്റിൻ്റെ ഒക്കെയാണ് കേട്ടോ. സെൽ ബയോളജി പ്രോജക്റ്റ്. അയ്യോ ഇതൊക്കെ പരിപാടികളാണ്. പിന്നെ ഒത്തിരി സംഭവങ്ങൾ. അത് കണ്ടപ്പോഴത്തേതാ ഇതുണ്ടോ? ഇതെന്താ? ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മാഗസിനാണ്. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ മാഗസിനായിരുന്നു കേട്ടോ. അയ്യോ സ്കൂളിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെയാണ്, എല്ലാം പോയി. ഇതുണ്ടോ ഞങ്ങളുടെ +2ൻ്റെ ആണോന്ന് തോന്നുന്നു കേട്ടോ. +2ൻ്റെ ആണോ 10ൻ്റെ ആണോ ഫോട്ടോസായിരുന്നു. ഇതാ കണ്ടോ? ഒക്കെ പോയി. ചേച്ചി വേണ്ടിയിരിക്കുന്നു. ഇതാ പിന്നെ ഇത് +1 അല്ല സോറി, ഇത് 10ൻ്റെ ഇതാന്ന് തോന്നുന്നു. ഇത് പിന്നെ നമ്മൾ കുറേ എൻട്രൻസ് ഒക്കെ മൂക്കും കുത്തി വീണായിരുന്നു. ഇത് നമ്മുടെ മാഗസിൻ, ഞങ്ങളുടെ സ്കൂളിൻ്റെ മാഗസിനായിട്ടോ. ഈ മാഗസിനിൽ ഞാൻ എന്തെങ്കിലും വരച്ചിട്ടുണ്ടായിരുന്നു നോക്കട്ടെ. ഞാൻ പൊതുവെ പടമൊക്കെയാണ് വരച്ച് കൊടുക്കാറ്. എൻ്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ മാഗസിനിലാണോ ഞാൻ ഓർക്കുന്നില്ല, നോക്കട്ടെ. അയ്യോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു ഇപ്പം. എന്നെ കാണുന്നില്ലല്ലോ. എന്നാൽ പിന്നെ ബാക്കി എന്തൊക്കെയാണ്? ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ വിന്നേഴ്സും ഇതൊക്കെ ഞാൻ തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും ഇതൊക്കെ ഞാൻ വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു സൈസ് പീസ് ബുക്കുകളുണ്ടല്ലോ, ആ സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെക്കും കേട്ടോ. വായനയൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും എക്സാം വരുന്ന സമയത്ത് മാത്രം ഞാൻ ഇതൊക്കെ എടുത്ത് വായിക്കത്തുള്ളൂ.
ആ ഇത് ഡിക്ഷണറി ആയിരുന്നു, ഒരു കുഞ്ഞിക്കാൻ ഡിക്ഷണറി. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് ഡിക്ഷണറി ആയിരുന്നു കേട്ടോ ഇത്. അയ്യോ അതിൻ്റെയൊക്കെ കോലം കണ്ട. എന്നിട്ട് ഞാൻ അതിൻ്റെ കവറ് വരെ ഇതാ ഞാനിങ്ങനെ പൊതിഞ്ഞ് കവറൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇതാക്കിയിരുന്നത്. അതിൻ്റെ പുറം തട്ടി ഇങ്ങനെ കീറിപ്പോയായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനെ ഇതാ കണ്ട കവറൊക്കെ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അതിൻ്റെ പണിക്കുറ്റമൊക്കെ മൊത്തം പോയി. എന്താ ഇത് ഡിഗ്രിയിൽ എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ചായിരുന്നു. സോ അതിൻ്റെ ഫ്രഞ്ചിൻ്റെ ഡിക്ഷണറി ആയിരുന്നു ഉണ്ടോ. നമ്മൾ ഫ്രഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ സെക്കൻഡ് ലാംഗ്വേജ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ഇതും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വേറൊരു ഡിക്ഷണറി. ഇത് വേറൊരു വലിയ ഡിക്ഷണറി കാണാനുണ്ടല്ലോ, അതെന്തിനാണാവോ. ഓക്സ്ഫോർഡിൻ്റെ ഒരു അടിപൊളി വലിയ ഡിക്ഷണറി ഉണ്ടായിരുന്നു കേട്ടോ, അതെന്തിയാന്ന് കാണുന്നില്ല. ഇത് ഞാനൊരു കുഞ്ഞിക്കാൻ ഇത് ഞാനൊരു പോക്കറ്റ് ബുക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തിനാണാവോ ഉണ്ടാക്കിയത്. ഏതാണ്ടൊക്കെ ഓർത്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഏതാണ്ടിൻ്റെയൊക്കെ പാസ്വേഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ ആണാവോ. എന്തിനൊക്കെയോ ഞങ്ങൾക്ക് എന്നാൽ പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് അടുക്കി ഒതുക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പം സമയം കിട്ടത്തില്ല അല്ലെങ്കിൽ. ഓക്കെ, അപ്പം ഞാനെന്നാൽ അതൊക്കെ അടുക്കി ഒതുക്കി വെക്കട്ടെ. അപ്പോൾ ഗൈസ്, അപ്പം പഴയ ആ ഒരു രൂപത്തിൽ നിന്ന് പുതിയൊരു രൂപത്തിലോട്ട് എൻ്റെ റൂം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രൂപം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഷേപ്പ് മാറ്റും, അത് വേറൊരു കാര്യം. അപ്പം ഞാൻ എന്താ ഇത്രയൊക്കെ ഞാൻ ഒതുക്കി എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് കൊണ്ടുവന്നിട്ട് റൂമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് അടുക്കളയിലത്തെ ആ സ്വിച്ച് ബോർഡ് ഒരു ചെറിയൊരു ലൂസ് കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കണം അതിൻ്റെ പ്ലഗ്. അതുകൊണ്ട് റൂമിൽ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ സാമഗ്രികളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുറേ ഇത്രയൊക്കെ ഞാനിപ്പം ഒതുക്കി വെച്ചിട്ടുള്ളൂ. അതായതൊക്കെ ആർട്ട് വർക്കിന് വേണ്ടി നിരത്തി വെച്ചിരിക്കുന്ന കുപ്പികളാണ് കേട്ടോ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാനതൊക്കെ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും. എന്നെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേറെ കുറേ സാമഗ്രികളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.